ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും പനിയായതുകൊണ്ട് ബാഗൊന്നും വാങ്ങാൻ പോകാൻ സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. ലാസ്റ്റ് നിമിഷത്തിലാണ് ഞങ്ങൾ ബാഗ് വാങ്ങാൻ പോയത്. ബാഗ് വാങ്ങാൻ പോയപ്പോൾ ഉള്ള വീഡിയോ ആണിത് കേട്ടോ. മോനൊരു സ്പൈഡർമാൻ്റെ ബാഗാണ് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ അവനത് സെലക്ട് ചെയ്തു. പിന്നെ ഷൂസ് വാങ്ങാനായിട്ട് പോയിരുന്നു. ഷൂസ് എടുക്കാൻ പോയ സമയത്തിന് അവൻ ലഞ്ച് കിറ്റിൻ്റെ സ്ഥലത്തോട്ട് പോയി നോക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചുറ്റും ഒന്ന് കണ്ണോടിച്ചു. എൻ്റെ അമ്മ കണ്ട കാഴ്ച ഇതാണ്. ബാഗും ചെരുപ്പും എല്ലാം വലിച്ചു വാരി ഇട്ടേക്കുമായിരുന്നു കേട്ടോ. ലാസ്റ്റ് നിമിഷമായതുകൊണ്ടാണ് ഈ കടയിൽ ഇങ്ങനെ വലിച്ചു വാരി ഇട്ടേക്കുന്നത് കേട്ടോ. എല്ലാം നല്ല ഭംഗിയായിട്ട് അടുക്കി വെക്കുന്ന ഒരു കടയായിരുന്നു. അങ്ങനെ പിന്നെ ഷൂസ് വന്നു. ഷൂസ് ഇട്ട് നോക്കി. ആദ്യത്തെ ഷൂസ് എടുത്തത് തന്നെ അവന് പാകം ഉണ്ടായിരുന്നു. അങ്ങനെ അത് തന്നെ എടുത്തു. അത് കഴിഞ്ഞ് ലഞ്ച് കിറ്റ് നോക്കാനായിട്ട് പോയി. എപ്പോഴും കൊണ്ടുപോകുന്ന മോഡൽ എനിക്ക് വേണ്ട, എനിക്ക് വേറെ മോഡൽ മതിയെന്നും പറഞ്ഞ് അതിനകത്ത് കിടന്ന തപ്പലായിരുന്നു കേട്ടോ. അവസാനം ഫോർ അവർ എന്ന് പറയുന്ന ഒരു ബാഗ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അത് മതിയെന്നും പറഞ്ഞ് ആൾ അതിൽ പിടിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അവിടെ നിൽക്കുന്ന സ്റ്റാഫ് വേറെ ഒരെണ്ണം എടുത്ത് കൊടുത്തിട്ടൊരു പടമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവനത് വലിയ താല്പര്യം വന്നില്ല. അവൻ പിന്നെയും നോക്കിയത് ഫോർ അവറിനകത്തോട്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവൻ ഫോർ അവർ തന്നെ എടുത്തു. പിന്നെ വാട്ടർ ബോട്ടിൽ നോക്കാൻ പോയപ്പോൾ അവന് ഭംഗിയുള്ള റോസ് വാട്ടർ ബോട്ടിൽ കണ്ടപ്പോൾ അത് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു സ്റ്റീലിൻ്റെ എടുക്കാമെന്ന്, പക്ഷേ അവന് അത് തന്നെ മതിയെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ വാട്ടർ ബോട്ടിലും വാങ്ങി. അവിടുന്ന് നേരെ ഇറങ്ങി ഞങ്ങൾ വിശാൽ മാർട്ടിലോട്ടാണ് പോയത് കേട്ടോ. വിശാൽ മാർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവന് ഓട്ടമാണ്. ഇവനെ എൻ്റെ കയ്യിൽ കിട്ടത്തില്ല. അവനവിടെ ഇരിക്കുന്ന ലേഡി പേഴ്സ് കണ്ടപ്പോഴത്തേക്ക് അതിനകത്തുള്ള പടമൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് എനിക്കത് വേണമെന്നും പറഞ്ഞ് ബഹളമായിരുന്നു. ഞാൻ പറഞ്ഞു അത് ലേഡീസിനുള്ളതാണെന്ന്. അവസാനം അതൊക്കെ നോക്കിയിട്ട് അതവിടെ തിരിച്ച് വെച്ച്. പേഴ്സുകളായാലും സൈഡ് ബാഗുകളായാലും എല്ലാം നല്ല വിലക്കുറവാണ് കേട്ടോ. നല്ല അടിപൊളി കളക്ഷൻസുമാണ് ഉള്ളത് കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ സൈഡിലിട്ടുകൊണ്ട് നടക്കുന്ന ബാഗുണ്ടല്ലോ, അതൊക്കെ നല്ല സൂപ്പർ കളക്ഷൻസാണ് കേട്ടോ. ഭയങ്കര റേറ്റ് കുറവാണ്. എല്ലാവരും ഇവിടെ നിന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വന്ന് നോക്കണം. കൊല്ലത്താണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചന്ദനത്തോപ്പുള്ള വിശാൽ മാർട്ടിലൊന്ന് വന്ന് നോക്കണം കേട്ടോ. നല്ല അടിപൊളി കളക്ഷൻസാണ്. കൊച്ചു കുട്ടികൾക്കൊക്കെ സൈഡിലിടാൻ പറ്റിയ ബാഗാണ് കേട്ടോ. അവനത് പൊക്കിയെടുത്തിട്ട് എനിക്ക് വേണമെന്നും പറഞ്ഞ് അവൻ എന്ത് കണ്ടാലും വേണം. അത് പൊക്കിയെടുത്തിട്ട് എനിക്ക് വേണമെന്നും പറഞ്ഞ് ഇട്ട് നോക്കുകയാണ് ചെയ്തത് കേട്ടോ. ഞാൻ പിന്നെ എങ്ങനെയെങ്കിലുമാണ് അത് തിരിച്ച് വാങ്ങിച്ച് വെക്കുന്നത്. ഓരോ സെക്ഷനിൽ ചെല്ലുമ്പോഴും എനിക്കിത് വേണമെന്നും പറഞ്ഞ് അവൻ അവിടെ കിടന്ന് ഓട്ടമാണ് കേട്ടോ. അവസാനം അവിടെ കിടന്ന് ഹൈഡ് ആൻഡ് സീക്കൊക്കെ കളിച്ചു. എനിക്കാണെങ്കിൽ ഇവനെ കണ്ടു കിട്ടാനും പാടാണ്. ഇവൻ ഏത് സെക്ഷനിലോട്ടാണ് ഓടി പോകുന്നതെന്നും അറിയത്തില്ല. മോള് പറഞ്ഞ് അവൾക്കൊരു ജീൻസ് വേണമെന്നും പറഞ്ഞ് ജീൻസിൻ്റെ സെക്ഷനിലോട്ട് പോയി. അവളെല്ലാം വെറൈറ്റിയിലാണ് പിടിക്കുന്നത് കേട്ടോ. എനിക്കത് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല. അവൾ നോക്കുമ്പോൾ എല്ലാം അതൊക്കെ കൊള്ളാമെന്ന് പറയും. എനിക്ക് ഇഷ്ടപ്പെടുന്നത് അവൾക്കും ഇഷ്ടപ്പെടത്തില്ല, അവൾക്ക് ഇഷ്ടപ്പെടുന്നത് എനിക്കും ഇഷ്ടപ്പെടത്തില്ല. ഇതാണ് പരമമായ സത്യം എന്ന് പറയുന്നത്. പാൻസൊക്കെ 499 രൂപയുള്ളൂ കേട്ടോ. അടിപൊളി കളക്ഷൻസാണ്. നല്ല പെൺകുട്ടികൾ ഇടുന്നത് ഇതേപോലത്തുള്ള നല്ല ടീഷർട്ടുകളുണ്ട് കേട്ടോ. അതുമെല്ലാം നല്ല വിലക്കുറവാണുള്ളത്. പിന്നെ അവൾ ജീൻസിൻ്റെ സെക്ഷനിലോട്ടാണ് പോയത് കേട്ടോ. അവൾക്ക് ഇഷ്ടപ്പെട്ടൊരു ജീൻസ് പിടിച്ചിട്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്കത് ഇഷ്ടപ്പെട്ടില്ലെന്ന്. ഞാനൊരെണ്ണം കാണിച്ചപ്പോൾ അവൾക്കത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അവസാനം അവൾ നോക്കി ഒരു ജീൻസ് എടുത്തു കേട്ടോ. പാവാട കണക്കിരിക്കുന്ന ഒരു ജീൻസിൻ്റെ പാൻറ്റാണ് എടുത്തത്. പിന്നെ ഇതേ കണക്കത്തെ ബനിയനൊക്കെ ഉണ്ട് കേട്ടോ, കുട്ടികൾ ഇന്നറായിട്ടിടുന്നത്. അതൊക്കെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ. നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്നതിനൊക്കെ നല്ല റേറ്റ് കുറവായിട്ടാണ് ഇവിടെ കിട്ടുന്നത്. പലതരത്തിലുള്ള കളർ പാൻറ്റുകളും ഷർട്ടുകളും എല്ലാം ഉണ്ട്. ബനിയൻസ് ആയാലും എല്ലാം ഉണ്ട് കേട്ടോ. നല്ല ഒന്നിനൊന്നിനുള്ള കളക്ഷൻസാണുള്ളത്. അവനാണെങ്കിൽ ഭയങ്കര ഓട്ടമായിരുന്നു കേട്ടോ. പിന്നെ അവസാനം മോള് തിരഞ്ഞെടുത്തത് ദാണ്ട ഈ ഒരു പാൻറ്റായിരുന്നു. പിന്നെ അതിന് മാച്ച് ചെയ്യുന്ന ഡ്രസ്സ് കണ്ടുപിടിക്കാനായിട്ട് പോകുമായിരുന്നു അവൾ. അവനാണെങ്കിൽ ടയേർഡായി. ഞാൻ ഐ ആം ടയേർഡെന്നും പറഞ്ഞ് അവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഓരോ സെക്ഷനിലും വീണ്ടും അവൻ ഓട്ടം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവളാണെങ്കിൽ ഡ്രസ്സ് എടുക്കാനായിട്ട് പോയി. ആദ്യം ഡെനിമിൻ്റെ ഒരു ഷർട്ട് നോക്കി. ഡെനിമും നല്ലതാണെന്നും പറഞ്ഞ് വെച്ചൊക്കെ നോക്കി. ഞാൻ പറഞ്ഞു എനിക്കത് ഇഷ്ടപ്പെട്ടില്ലെന്ന്. അങ്ങനെ അടുത്ത സെക്ഷനിലോട്ട് പോയി. അതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇവൾക്കിതൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവസാനം അവളെല്ലാത്തിനും ആ പാൻറ്റ് വെച്ച് നോക്കുവാണ്. വെച്ച് നോക്കുമ്പോഴെല്ലാം എന്നോട് പറയുന്നത് ഉമ്മയ്ക്കിതൊന്നും ഇഷ്ടപ്പെടത്തില്ല, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്നാണ് അവൾ പറയുന്നത്. ഞാൻ പറഞ്ഞു എങ്കിൽ നീ നിൻ്റെ ട്രെൻഡിനനുസരിച്ച് എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ പാൻറ്റും എനിക്ക് കാണിച്ചു തരികയാണ്. ഇത് ഉമ്മി എടുക്കുമെന്നും പറഞ്ഞ്. ഞാൻ പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ടതൊന്നും നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് നിനക്ക് ഇഷ്ടപ്പെടുന്ന എടുക്കുന്നതെന്നും പറഞ്ഞ് ഞാൻ വഴക്കുണ്ടാക്കി. അങ്ങനെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കറുത്തൊരു ഉടുപ്പെടുത്ത്. നല്ല ഷർട്ടുകളുണ്ട് കേട്ടോ. എൻ്റെ കണ്ണ് ഇതിനകത്തൊക്കെയാണ് ഉടക്കിയതാണ്. ഞാൻ പറഞ്ഞു നീ നിനക്ക് ഇഷ്ടപ്പെട്ടത് പോയി സെലക്ട് ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ അവളെ അങ്ങോട്ട് വിട്ടു. ഇതൊക്കെ കണ്ടോ, 199 രൂപയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അവൾ ഇഷ്ടപ്പെട്ട കറുത്തൊരു ഷർട്ടുമായിട്ട് വന്ന് വെച്ചൊക്കെ നോക്കി എന്നോട് ചോദിച്ചു എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു നിനക്ക് ഇഷ്ടമായെങ്കിൽ പിന്നെ എടുക്കുക, അല്ലാതെ ഇപ്പം ഞാനെന്ത് പറയാനാണ്, എനിക്കിഷ്ടമുള്ളതൊന്നും എടുക്കത്തില്ലല്ലോ. അങ്ങനെ താണ്ട ഒരാൾ ചെയ്യുന്ന വേല കണ്ടോ. അവൻ ടയേർഡായതുകൊണ്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ച് പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കാണ് വന്നത്.
വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഓരോ കട കാണുമ്പോഴും മമ്മി അവിടെ കയറാം, മമ്മി അവിടെ കയറാമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ വേണ്ട, സമയം ഒരുപാടായെന്നും പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന ഉടനെ നേരെ ഓടി റൂമിലോട്ട് പോയിട്ട് ബാഗും സാധനങ്ങളും എല്ലാം എടുത്ത് കട്ടിലയിലൊക്കെ നിരത്തി അങ്ങിട്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ചോദിച്ചു ഏത് ബാഗാണ് എടുത്തതെന്ന് ഓർമ്മയുണ്ടോയെന്ന്. സ്പൈഡർമാനാണെന്നും പറഞ്ഞ് സ്പൈഡർമാൻ്റെ ബാഗ് എനിക്ക് കാണിച്ചു തരിക കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് ഓരോന്നും എടുത്ത് എന്നെ കാണിച്ചു തരികയാണ് ചെയ്തത്. കഴിഞ്ഞ വർഷവും ഞാൻ ഇതുപോലൊരു ബോക്സ് വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ. ജൂൺ ജൂലൈ ആയപ്പോൾ തന്നെ അതിനകത്തുള്ള കട്ടറും ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാം അവൻ ഒടിച്ച് പീസാക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോറെവർ എന്നുള്ളത് അവനങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫോറെവർ എന്നും പറഞ്ഞ് അവന് അത് വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്നോട് പറയുക കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇതേ കണക്കത്തെ എല്ലാം വാങ്ങി തന്നത്, കഴിഞ്ഞ പ്രാവശ്യത്തത് വേറെ ആയിരുന്നെന്ന്. ഞാൻ പറഞ്ഞു അതുകൊണ്ടല്ലേ ഇപ്പോൾ പുതിയതായിട്ട് വേറെ ഒരെണ്ണം സെലക്ട് ചെയ്തതെന്ന്. എന്നിട്ട് പിന്നെ ഷൂസ് എടുത്ത് വെച്ച് നോക്കുകയാണ് കേട്ടോ. ഇവനൊരു കുഴപ്പമുണ്ട്, 2 ദിവസം കഴിയുമ്പോൾ പറയും എനിക്ക് ഷൂസ് ഇറങ്ങുന്നതെന്ന്. ഇപ്പോൾ ചോദിക്കാം മമ്മി നമ്മൾ സോക്സ് വാങ്ങിച്ചില്ലല്ലോ എന്ന്. ഞാൻ പറഞ്ഞ സോക്സൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ തരുന്നതെന്ന്. അവൻ ആ കടയിൽ വിശാൽ മാർട്ടിൽ ചെന്നപ്പോൾ സോക്സ് വലിച്ചു വാരി എടുത്തായിരുന്നു കേട്ടോ. ഞാനത് പിടിച്ച് തിരിച്ചു വെച്ചതാണ്. സ്കൂളിലെ സോക്സ് അല്ലാതെ നമുക്ക് സ്കൂൾ ഷൂവിൻ്റെ കൂടെ ഇടാൻ പറ്റത്തില്ലല്ലോ. പിന്നെ വാട്ടർ ബോട്ടിൽ അന്നേരം തന്നെ ഇളക്കി കേട്ടോ. അങ്ങനെ പുതിയ വാട്ടർ ബോട്ടിലും ബാഗും ഷൂസും എല്ലാം കിട്ടിയപ്പോഴത്തേക്ക് മോന് ഭയങ്കരമായിട്ട് ഹാപ്പിയായി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, സീ യു.